പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളിലെ ബഹുഭൂരിപക്ഷവും യാത്രയ്ക്ക് സ്വന്തം വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാണല്ലേ. പക്ഷെ നമ്മൾ ബോധപൂർവം മറക്കുന്നതോ അതല്ലെങ്കിൽ ബഹളമൊന്നും ഉണ്ടാക്കിയിട്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് നമ്മൾ തന്നെ പറഞ്ഞ് ആശ്വാസം കണ്ടെത്തുന്നതായ ഒന്നാണ് ഇന്ധനവില, പെട്രോൾ ഡീസൽ വില. അതെ, ഇന്ത്യയിൽ പെട്രോൾ വില നയാ പൈസ പോലും കുറയ്ക്കാതെ നിൽക്കാൻ തുടങ്ങിയിട്ട് 500 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. 500 ദിവസം മുൻപ് കുറഞ്ഞത് 2 രൂപയാണ്. അത് 2024 മാർച്ച് മാസം 15-നാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് 4 ദിവസം മുൻപ് 2 രൂപ കുറച്ചതാണ്. ആ 2 രൂപയുടെ കുറവ് നമ്മളൊന്ന് അവഗണിക്കുകയാണെങ്കിൽ 2022 മെയ് മാസം 22-നു ശേഷം വില നമ്മുടെ രാജ്യത്ത് മാറിയിട്ടേയില്ല. അതായത് തിരഞ്ഞെടുപ്പിന് മുൻപ് 2 രൂപ കുറച്ചതൊഴിച്ചാൽ 1200 ദിവസമായി പെട്രോൾ വില മാറ്റമില്ലാതെ തുടരുകയാണ് നമ്മുടെ രാജ്യത്ത്. പരിശോധിക്കാം ഒരു ഇന്ത്യൻ പെട്രോൾ കൊള്ള. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഞാൻ ഈ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ 500 ദിവസങ്ങൾക്ക് മുൻപ് പെട്രോൾ വില കുറച്ചത് കൃത്യമായി പറഞ്ഞാൽ 2024 മാർച്ച് മാസം 15-നാണ്. അന്ന് കുറച്ചത് 2 രൂപയാണ്. അതും ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് കൃത്യം 4 ദിവസം മുൻപ്. ആ 2 രൂപയുടെ കുറവ് നമ്മളൊന്ന് അവഗണിച്ചാൽ 2022 മെയ് മാസം 22-നു ശേഷം നമ്മുടെ രാജ്യത്ത് വില മാറിയിട്ടേയില്ല. അതായത് തിരഞ്ഞെടുപ്പിന് മുൻപ് 2 രൂപ കുറച്ചതൊഴിച്ചാൽ 1200 ദിവസമായി ഒരു മാറ്റവുമില്ലാതെ നമ്മുടെ രാജ്യത്ത് പെട്രോൾ വില തുടരുകയാണ്. ഈ 3 വർഷവും 4 മാസവും കൊണ്ട് ആഗോള വിലയിലുണ്ടായ മാറ്റം എത്രയാണെന്നറിയാമോ? അതായത് ആഗോള വിലയിലെ മാറ്റം നമ്മൾ പരിശോധിച്ചാൽ ഒരു വീപ്പയ്ക്ക് $116 നിന്ന് അതിൻ്റെ വില $65 കുറഞ്ഞിരിക്കുന്നു. അതായത് 2022 ജൂൺ മാസത്തിലെ കണക്കാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി അതേപോലെ തന്നെ 2022 ജൂൺ മാസത്തിൽ അന്ന് പെട്രോളിന്റെ വില നമ്മൾ പരിശോധിച്ചാൽ ഡൽഹിയിൽ 1 ലിറ്റർ പെട്രോളിന്റെ വില 96 രൂപ 72 പൈസയായിരുന്നു ഡൽഹിയിലെ വില. ഇന്ന് രാജ്യാന്തര ഇന്ധന വില $65. 116-ൽ നിന്ന് $65 താഴ്ന്നപ്പോൾ ഡൽഹിയിലെ പെട്രോൾ വില 94 രൂപ 77 പൈസ. രാജ്യാന്തര ഇന്ധന വില പകുതിയോളം കുറഞ്ഞിട്ടും ഇന്ത്യയിൽ വിലയിലുണ്ടായ കുറവ് 1 രൂപ 95 പൈസ മാത്രമാണ്. അതും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന്റെ തലേ ദിവസം കുറച്ചത്. ഇതിനൊക്കെ എന്താണ് തെളിവെന്ന് ചോദിച്ചാൽ നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 2025-26 സാമ്പത്തിക വർഷം, ആ സാമ്പത്തിക വർഷം ഏപ്രിലിൽ ഓരോ ബാരലിനും അഥവാ ഓരോ വീപ്പ എണ്ണയ്ക്കും ഇന്ത്യക്ക് കിട്ടിയിരുന്നത് $67.73 അത് മെയ് മാസത്തിൽ ഓരോ വീപ്പയ്ക്കും ലഭിക്കുന്നത് $63.51. നമുക്ക് ഒരു ലിസ്റ്റ് കൂടി പരിശോധിക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കൃത്യമായി ഇത് മനസ്സിലാക്കാം. നോക്കൂ, 2022 ജൂണിലെ ലിസ്റ്റാണ് നമ്മൾ ഈ ആദ്യം നോക്കുന്നത്. അതായത് 3 വർഷം മുൻപ് 2022 ജൂണിൽ ഡൽഹിയിലെ വിൽപ്പന വില എന്ന് പറയുന്നത് 96 രൂപ 72 പൈസയായിരുന്നു. അന്ന് ഇതേ രാജ്യാന്തര വില എന്ന് പറയുന്നത് $116. 2022 ജൂണിൽ $116. ഈ $116 നിന്ന് ഇന്ത്യൻ ബാസ്ക്കറ്റിലെ വില $63 എത്തിയപ്പോൾ പെട്രോൾ വില തിരുവനന്തപുരത്ത് ലിറ്ററിന് 107 രൂപ 47 പൈസയാണ്. $116 നിന്ന് $63.51 രാജ്യാന്തര വില വീണു എന്ന് പറഞ്ഞാൽ അതിന്റെ കണക്ക് കൂടി നമ്മളൊന്ന് നോക്കേണ്ടതുണ്ട്. അതായത് ഒരു വീപ്പ എണ്ണ 159 ലിറ്ററാണ്. ഒരു വീപ്പ എണ്ണ എന്ന് പറഞ്ഞാൽ അത് 159 ലിറ്ററാണ്. ഈ 159 ലിറ്ററിനാണ് $63.51 വരുന്നത്. അതായത് ഓരോ വീപ്പയ്ക്കും $53 വീതം കുറഞ്ഞിരിക്കുന്നു. $53 എന്നാൽ ഇന്നത്തെ നിരക്കിൽ 4534 രൂപയുടെ കുറവാണ്. അതായത് ഓരോ ലിറ്ററിനും 28 രൂപ 50 പൈസ വച്ച് കുറയണം. ഇങ്ങനെ 28 രൂപ 50 പൈസ വച്ച് കുറഞ്ഞാൽ സംസ്ഥാനങ്ങളുടെ വിൽപ്പന നികുതിയും കുത്തനെ താഴും. അതും കൂടി ചേർത്താൽ 35 രൂപ കേരളത്തിൽ കുറയേണ്ടതാണ്. അതായത് 72 രൂപ 47 പൈസയ്ക്ക് തിരുവനന്തപുരത്ത് നമുക്ക് 1 ലിറ്റർ പെട്രോൾ കിട്ടണം. യഥാർത്ഥ തുകയും നികുതിയും തമ്മിൽ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ റിഫൈനറികളിൽ നിന്നും പുറത്തിറങ്ങുന്ന പെട്രോളിന് 1 ലിറ്ററിന് ഇതാ ഔദ്യോഗിക രേഖ അനുസരിച്ചുള്ള വില എത്രയാണെന്നറിയാമോ? 53 രൂപ 8 പൈസ. അതാണ് ഔദ്യോഗികമായുള്ള വില, 53 രൂപ 8 പൈസ. എന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് 1 ലിറ്റർ പെട്രോളിന് 107 രൂപ 47 പൈസയ്ക്ക് വാങ്ങുമ്പോൾ ശരിക്കുള്ള വില 53 രൂപ മാത്രമാണ്. ഔദ്യോഗിക രേഖകൾ അനുസരിച്ചുള്ള കണക്കാണ് ഈ പറഞ്ഞിരിക്കുന്നത്. എക്സൈസ് ഡ്യൂട്ടിയും ഡീലർ കമ്മീഷനും സംസ്ഥാന നികുതിയും ഒക്കെ ചേർത്ത് ഡൽഹിയിൽ 94 രൂപ 77 പൈസയും തിരുവനന്തപുരത്ത് 107 രൂപ 47 പൈസയും ആവുകയാണ്.
ഈ 53 രൂപയിൽ പോലും നല്ലൊരു പങ്ക് കസ്റ്റംസ് ഡ്യൂട്ടിയായി കേന്ദ്ര ഖജനാവിൽ എത്തുന്നുണ്ട്. കഴിഞ്ഞ വർഷം കസ്റ്റംസ് ഡ്യൂട്ടിയായി 1400 കോടി രൂപയും അതേപോലെ സെസ്സായിട്ട് 9856 കോടി രൂപയുമാണ് കേന്ദ്ര ഖജനാവിലേക്ക് എത്തിയത്. അതായത് കസ്റ്റംസ് നികുതി കൂടി കസ്റ്റംസ് തീരുവ കൂടി നമ്മൾ മാറ്റി നിർത്തിയാലും ഓരോ ലിറ്ററിനും നമുക്ക് കിട്ടേണ്ടത് 34 രൂപ 14 പൈസയ്ക്കാണ്. 107 രൂപ 47 പൈസ കൊടുക്കുന്നത് വെറും 34 രൂപ 14 പൈസയുടെ പെട്രോളിനാണ്. ഉൽപ്പന്നത്തിന് 150% നികുതി നൽകുന്ന സംവിധാനം ലോകത്ത് മറ്റൊരിടത്തും ഉണ്ടാകില്ല. പമ്പുകാർക്കുള്ള വരുമാനം അത് വെറും 4 രൂപ 39 പൈസ മാത്രമാണ്. അതേപോലെ ചരക്ക് കൂലിയായിട്ട് പരമാവധി 5 രൂപയും വരും. അങ്ങനെ 34 രൂപ 14 പൈസയുടെ കൂടെ ഒരു 10 രൂപ കൂടി നമ്മൾ കമ്മീഷനും ട്രാൻസ്പോർട്ടേഷനും ഒക്കെ മാറ്റി വെച്ചാലും 45 രൂപയിൽ താഴെ മാത്രമേ 1 ലിറ്റർ പെട്രോളിന് വരുന്നുള്ളൂ. ലിറ്ററിന് 15 രൂപ വീതം മതി നികുതി എന്ന് കേന്ദ്രവും സംസ്ഥാനവും ഒന്ന് തീരുമാനിച്ചാൽ പോലും 1 ലിറ്റർ പെട്രോൾ 75 രൂപയ്ക്ക് കിട്ടണം. അതിനാണ് നമ്മൾ ഈ 107 രൂപ 47 പൈസയൊക്കെ തിരുവനന്തപുരത്ത് കൊടുത്ത് 1 ലിറ്റർ പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യം ചലിക്കണം അല്ലേ? രാജ്യം ചലിക്കണമെങ്കിൽ അതിന് നികുതി ആവശ്യമാണ്. പക്ഷേ പാവങ്ങളെ ഇങ്ങനെയൊക്കെ കുത്തിപ്പിഴിയാമോ എന്നുള്ളതാണ് ചോദ്യം. ദരിദ്ര ലക്ഷങ്ങൾ ഇത്രയേറെ നികുതി കൊടുക്കുന്ന ഒരു രാജ്യം നമ്മുടെ ഇന്ത്യയല്ലാതെ മറ്റൊരിടത്തും ഉണ്ടാകാനും പോകുന്നില്ല.